ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഈവനിങ് ടീ ആൻഡ് സ്നാക്കും ഡിന്നറും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ വീക്ക് ഡേയിലെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിരിക്കുന്നത് അപ്പവും അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ കുറച്ച് ക്യാരറ്റും പൊട്ടറ്റോയും ബീൻസും ഒക്കെ ഇട്ടിട്ട് നല്ല തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ. പിന്നെ എനിക്ക് കഴിക്കാനായിട്ട് 2 അപ്പവും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ വെജിറ്റബിൾ കുറുമയും എന്നത്തെയും പോലെ തന്നെ 1 കപ്പ് ചൂട് ചായയും ഒക്കെ എടുത്തിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കിച്ചണിലെ വിശേഷങ്ങളും കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഡയറക്റ്റ് ഞാൻ ടേബിളിലേക്ക് വിളമ്പി കഴിക്കുന്ന അതേ ഷെയർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിൽ ചെറിയ രീതിയിൽ നമ്മൾ ലഞ്ചിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലഞ്ചിൻ്റെ കുക്കിംഗ് വിശേഷങ്ങൾ കുറച്ച് ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഡിന്നറിൻ്റെ ഒന്നും വിശേഷം അധികം ഷെയർ ചെയ്യുന്നില്ല. കാരണം എല്ലാ കിച്ചണിലെ കുക്കിംഗ് വിശേഷങ്ങളും ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ഒരു കുക്കിംഗ് വീഡിയോയും കൂടെ ആയി പോകുമല്ലോ. അപ്പോൾ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് പോന്നു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള 2 അപ്പവും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറിയും ഒക്കെ ചേർത്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ലഞ്ചിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് വിശേഷങ്ങളും രാത്രി ഡിന്നർ വിശേഷവും എല്ലാം പതിയെ ഓരോന്നായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഫ്രൂട്ടായിട്ട് കുറച്ച് സ്ട്രോബെറിയും അതുപോലെ തന്നെ കുറച്ച് ഓറഞ്ചുമാണ് എടുത്തിരുന്നത്. അപ്പോൾ ഓറഞ്ച് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മധുരമുള്ള ഓറഞ്ചായിരുന്നു. സ്ട്രോബെറി എന്ന് പറയുന്നത് ചെറിയ പുളിപ്പോട് കൂടിയിട്ടുള്ള സ്ട്രോബെറിയാണ്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സായിട്ട് ഓറഞ്ചും സ്ട്രോബെറിയും കഴിച്ചു. അതിന് ശേഷം കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേനും കിച്ചണിൽ കയറി ലഞ്ചിൻ്റെ കുറച്ച് കുക്കിംഗ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കിച്ചണിൽ കയറി. ഒരുപാട് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കഴിക്കാൻ തോന്നിയ നമുക്ക് ഇഷ്ടപ്പെട്ട 2-3 കൂട്ടം ഐറ്റംസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ലഞ്ച് കുക്കിങ്ങിന് വേണ്ടി കിച്ചണിൽ കയറിയതാണ്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മാമ്പഴ പുളിശ്ശേരിയുടെ കുറച്ച് ലഞ്ച് കുക്കിംഗ് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു. ഇന്ന് നമ്മൾ ഏത്തപ്പഴം പുളിശ്ശേരിയാണ് ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത്. ഏത്തപ്പഴം പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി, അങ്ങനെ പല ടൈപ്പ് പുളിശ്ശേരികൾ നമുക്ക് വെക്കാമല്ലോ. അപ്പം കുറച്ച് മധുരമുള്ള ഐറ്റംസ് ചേർത്ത് പുളിശ്ശേരി വെക്കുന്നതിനോട് ഒരു പ്രത്യേക താല്പര്യമാണ്. അതുകൊണ്ടാണ് കുറച്ച് മധുരമുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ പുളിശ്ശേരി റെഡിയാക്കുന്നത്. അപ്പോൾ ഏത്തപ്പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു. അതിലേക്ക് 2-3 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും 1 പിഞ്ച് ചില്ലി പൗഡറൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചു. പിന്നെ നമ്മൾ പച്ച തേങ്ങായും തൈരും ജീരകവും ഒക്കെ ചേർത്ത് അരപ്പും കൂടെ ചേർത്തു. ഏറ്റവും ലാസ്റ്റിന് താളിച്ചും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരിയുടെ പരിപാടി എന്ന് പറയുന്നത് ഏകദേശം കഴിയും. പിന്നെ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് റെഡിയാക്കുന്നത് പ്രോൺസ് ഫ്രൈ ആണ്. അപ്പോൾ പ്രോൺസിൻ്റെ ഹെഡും കൂടി നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ പ്രോൺസ് എന്ന് പറയുമ്പോഴത്തേനും മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്ക് കോക്കനട്ട് ഓയിൽ ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. എന്നാൽ പ്രോൺസിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് വറ്റിച്ചതിന് ശേഷം പിന്നീടാണ് കോക്കനട്ട് ഓയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, പിന്നെ അത്യാവശ്യം നല്ല ക്രിസ്പി ആവണം. നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആകുമ്പോഴത്തേനാണ് ഈ പ്രോൺസിൻ്റെ ഹെഡ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏത്തപ്പഴം പുളിശ്ശേരി അതിൻ്റെയും ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മുടെ ഏത്തപ്പഴം പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോന്നായിട്ട്
നമ്മുടെ കറികൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കുക്കിംഗ് ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം അടച്ച് വെച്ച് അങ്ങിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി വിട്ട് അടച്ച് വെച്ചിടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ടേസ്റ്റൊക്കെ നോക്കി നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ കുക്കിംഗാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ലഞ്ചിൻ്റെ വിശേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് മുന്നേ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. കുറച്ച് ചില്ലി പൗഡറും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ചേർത്തിട്ട് നമ്മൾ കുറച്ച് പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്തു. അതിന് ശേഷം കൊക്കനട്ട് ഓയിലിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ആവശ്യത്തിന് ഫ്രൈ ചെയ്താൽ മതി. ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോവുകയാണെങ്കിൽ നമ്മുടെ പ്രോൺസ് എന്ന് പറയുന്ന ഒരു റബ്ബറിഷ് ടെക്സ്ചറായി പോവും. അപ്പോൾ ഒത്തിരി റബ്ബറിഷ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറാണെങ്കിൽ നമുക്ക് ആ പ്രോൺസിൻ്റെ ആ ഒരു രുചി നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നോക്കി നിന്ന് ആവശ്യത്തിന് പ്രോൺസ് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഏത്തപ്പഴം പുളിശ്ശേരിയും അതുപോലെ തന്നെ നല്ല സൂപ്പർ പ്രോൺസ് ഫ്രൈയുമാണ്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ കുക്കിംഗ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്കിംഗ് ഷെയർ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ലഞ്ചിൻ്റെ കുക്കിംഗ് ചെറിയ രീതിയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഡിന്നറിൻ്റെയും വൈകുന്നേരത്തെ വിശേഷങ്ങളൊന്നും ഒരുപാട് ഷെയർ ചെയ്യാറുള്ളത്. അപ്പം നമ്മുടെ പ്രോൺസൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം വളരെ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. വളരെ കുറച്ച് എണ്ണയിൽ നമ്മളൊന്ന് തവ ഫ്രൈ ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ സാറയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പാനിൽ പ്രോൺസ് ഫ്രൈ ചെയ്ത ആ ഒരു പാനിൽ കുറച്ച് ചോറിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പം മോൾക്ക് വേണ്ടിയിട്ട് എനിക്കും മോൾക്കും വേണ്ടിയിട്ട് കുറച്ച് ആ ഒരു കോക്കനട്ട് ഓയിലിൽ കുറച്ച് ചോറ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അങ്ങനെ കഴിക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഈ പ്രോൺസൊക്കെ ഫ്രൈ ചെയ്യുന്ന ദിവസങ്ങളിൽ ആ ഒരു പാനിൽ റൈസ് ഇട്ടിട്ട് നന്നായിട്ട് കഴിക്കും. എന്താ വെച്ചാൽ ആ ഒരു ഭയങ്കര നല്ല ചൂട് ചോറും അതുപോലെ തന്നെ ആ പ്രോൺസ് ഫ്രൈ ചെയ്ത ആ എണ്ണയ്ക്കും കുറച്ച് ചൂടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോഴത്തേനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് വൈസ് നമ്മൾ ഓവർ എണ്ണയിൽ അല്ല, വളരെ കുറച്ച് എണ്ണയിൽ അതൊന്ന് മിക്സ് ചെയ്തിട്ട് മോൾക്കും കൊടുത്തു, ഞാനും കുറച്ച് കഴിച്ചു. അതിന് ശേഷം ഒരുപാട് വിഭവസമൃദ്ധമായിട്ടുള്ള ഐറ്റംസ് ഒന്നും അല്ലെങ്കിലും വളരെ 2-3 കൂട്ടം ഐറ്റംസ്, എന്നാൽ നമ്മുടെ ഫേവറേറ്റ് ഐറ്റംസൊക്കെ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറും പിന്നെ പ്രോൺസ് ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ ഏത്തപ്പഴം പുളിശ്ശേരിയും പിന്നെ നമ്മുടെ വാഴയ്ക്ക മെഴുക്കുവരട്ടി എല്ലാം കൂടെ ചേർന്നിട്ട് ടേബിളിൽ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മാമ്പഴ പുളിശ്ശേരി വെച്ചു. അപ്പോൾ അതുപോലെ തന്നെ അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം ഏത്തപ്പഴം പുളിശ്ശേരി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് വറ്റൽമുളകും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ള അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള നമ്മുടെ ഏത്തയ്ക്ക മെഴുക്കുവരട്ടി. അപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ട് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ ഒരു കേരള സ്റ്റൈൽ ലഞ്ച് നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള കാര്യത്തിലേക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് ചൂട് ചോറും അതുപോലെ തന്നെ ഓരോരോ ഐറ്റംസ് ആവശ്യത്തിന് വിളമ്പിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഏത്തപ്പഴം പുളിശ്ശേരിയും അതുപോലെ തന്നെ പ്രോൺസ് ഫ്രൈയും അതുപോലെ തന്നെ വാഴയ്ക്ക മെഴുക്കുവരട്ടിയും അങ്ങനെ എല്ലാം നമ്മളിതാ ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിലേക്ക് വിളമ്പുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ലഞ്ച്. അപ്പോൾ നമ്മളിതാ ചൂട് ചോറിലേക്ക് കുറച്ച് അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഐറ്റംസൊക്കെ ഞാൻ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറും അതുപോലെ തന്നെ ഏത്തപ്പഴം പുളിശ്ശേരിയും എല്ലാം പ്രോൺസും പിന്നെ ലാസ്റ്റ് ഇപ്പോൾ കുറച്ച് പപ്പടവും ഫ്രൈ ചെയ്തു. അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ലഞ്ച്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള സാൻഡ്വിച്ചും കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഈ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മളൊരു സിമ്പിൾ സാൻഡ്വിച്ച് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് അത് വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല അത്. അപ്പോൾ ഇതാ ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് എൻ്റെ ഐറ്റംസൊക്കെ എടുത്തു. അപ്പോൾ ഇതാ ചോറും അതുപോലെ തന്നെ ഇതാ ഏത്തപ്പഴം പുളിശ്ശേരിയും പ്രോൺസും അതുപോലെ തന്നെ പപ്പടവും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളിതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ച് കഴിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ ലഞ്ച് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ് ആയപ്പോഴത്തേനും നമ്മളിതാ ഒരു സിമ്പിളായിട്ടുള്ള ചായക്ക് ഒരു ഐറ്റം, ഒരു സിമ്പിൾ ഹെൽത്തി സാൻഡ്വിച്ച് റെഡിയാക്കുകയാണ്. അപ്പോൾ കുറച്ച് നഗ്ഗറ്റ്സ് നമ്മളിതാ ഓയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി, പിന്നെ ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ മോസറല്ല ചീസും അങ്ങനെ കുറച്ച് വേണ്ട ഐറ്റംസ് എല്ലാം വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് നമ്മളിന്ന് ചായക്ക് വേണ്ടി റെഡിയാക്കുകയാണ്. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് മേക്കർ എടുത്തു. അതിൻ്റെ മുകളിലേക്ക് ബ്രെഡിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മോസറല്ല ചീസ് വെച്ച് കൊടുത്തു. പിന്നെ ചെറുതായിട്ട് നമ്മൾ ചിക്കൻ നഗ്ഗറ്റ്സ് പൊരിച്ചിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ചു. അതിന് ശേഷം ഒന്ന് സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് ഞാൻ മോസറല്ല ചീസും ടൊമാറ്റോ കെച്ചപ്പും ചിക്കൻ നഗ്ഗറ്റ്സും കൂടെ വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ് റെഡിയാക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോയും കുറച്ച് ഓണിയനും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വേറൊരു ടൈപ്പ് സാൻഡ്വിച്ചാണ് റെഡിയാക്കുന്നത്. അപ്പം വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് ഇന്ന് റെഡിയാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല യമ്മി ആയിട്ടുള്ള നല്ല ഒരു ഹോം മെയ്ഡ് സാൻഡ്വിച്ച്. അപ്പം മോസറല്ല ചീസൊക്കെ നമ്മൾ ഉള്ളിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല ചീസി ആയിട്ട് നല്ല വലിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാൻഡ്വിച്ച്. അപ്പോൾ വൈകുന്നേരം നമ്മുടെ ഈവനിങ് ടീ ആൻഡ് സ്നാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് ഒരു ടേസ്റ്റി സാൻഡ്വിച്ചാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു സാൻഡ്വിച്ചിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി, അപ്പോൾ മക്കൾക്കുള്ളത് ഞാൻ റെഡിയാക്കി കൊടുത്തു. ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സവോളയും കുറച്ച് കൂടുതൽ ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് സാൻഡ്വിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതിലും ഞാൻ ടൊമാറ്റോ കെച്ചപ്പും മോസറല്ല ചീസും അതുപോലെ തന്നെ നഗ്ഗറ്റ്സും എല്ലാം കൂടെ ചേർക്കുന്നുണ്ട്. എക്സ്ട്രാ കുറച്ച് ടൊമാറ്റോയും ഒണിയനും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വൈറ്റ് ബ്രെഡും കുറച്ച് വീറ്റ് ബ്രെഡും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ വൈറ്റ് ബ്രെഡിലാണ് റെഡിയാക്കി എടുത്തത്. പിന്നീട് കുറച്ച് വീറ്റ് ബ്രെഡിലും കൂടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ സാൻഡ്വിച്ചും അതുപോലെ തന്നെ ചായയും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി നമ്മൾ ഡിന്നറിന് വേണ്ടി റെഡിയാക്കിയിരുന്നത് ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ്. അപ്പോൾ നമ്മൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ചൂടോട് കൂടിയിട്ട് കാസ്ട്രോളിൽ ചുട്ട് മാറ്റുകയാണ്. അതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഡിന്നറിൻ്റെ ഒരുപാട് വിശേഷം ഷെയർ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ള ലഞ്ചും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ ഞാൻ ടേബിളിലേക്ക് എടുത്തു വെച്ചു. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആവശ്യത്തിന് സ്പൈസി ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയും അതുപോലെ തന്നെ ചപ്പാത്തിയും. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ചപ്പാത്തിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ചിക്കനൊക്കെ എടുത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിന്നറായിരുന്നു. പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. പിന്നെ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസും കൂടെ നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒരു കംപ്ലീറ്റ് ഹോംലി മീൽസാണ്. അപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്ന ടേസ്റ്റി ഡിഷസാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നെക്സ്റ്റ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഡിന്നർ ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ കുറച്ച് ഓറഞ്ച് ജ്യൂസും കൂടി നമ്മൾ വെറുതെ കുടിക്കാൻ തോന്നിയതുകൊണ്ട് വെറുതെ റെഡിയാക്കിയതായിരുന്നു. അപ്പോൾ നെക്സ്റ്റ്
ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.